ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റൈലിഷ് പെന്നാണ്. ഇന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഫോണിലും വരയ്ക്കാൻ ഇതിനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റൈലിഷ് പെൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ആവശ്യമായത് 3 സാധനങ്ങൾ മാത്രമാണ്. ആദ്യമായിട്ട് ഞാൻ അവിടെ ഒരു പെൻ എടുത്തുന്നു. പിന്നെ നമുക്ക് വേണ്ട ഒരു വയറിൻ്റെ കഷ്ണമാണ്. ഈ വയർ നമുക്ക് ഒറ്റ കമ്പിയായിട്ട് നമുക്ക് ഒരെണ്ണം എടുക്കണം. പിന്നെ വേണ്ടത് ബഡ്സ് ആണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് കോട്ടന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റൈലിഷ് പെൻ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതോടെ ഒരു സ്റ്റൈലിഷ് പെൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതോടെ ഒരു വയറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വയറിൽ നിന്ന് നമുക്ക് ഇതിനെ ഒറ്റ കമ്പിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇനി ഒരു കമ്പിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതോടെ ഒരു പ്ലെയർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്തുനിന്ന് ഒരു കമ്പി ഉടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പി നമുക്ക് നമ്മുടെ ഈ പെന്നിൽ നമുക്ക് ഘടിപ്പിക്കണം. അത് പെന്നിൽ ഘടിപ്പിക്കുകയെന്ന് വെച്ചാൽ പലരുടെ പെന്നും പല ടൈപ്പായിരിക്കും. അതായത് എൻ്റെ ഇതിപ്പോൾ നടുവിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിനനുസരിച്ച് ഘടിപ്പിക്കണം. ഇത് മാറും. അത് നമ്മുടെ കമ്പിയുടെ വലിപ്പം ഒന്ന് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഈ ഒരു വശം നമുക്ക് ഒന്നാണ്ട് വളച്ചു കൊടുക്കണം. എന്നിട്ട് വളച്ചു കൊടുക്കാം. ഈ ഒരു വശം നമ്മുടെ പെന്നിൻ്റെ ഈ നിബിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുമാതിരി തന്നെ നമ്മൾ ഈ അടിവശം നമ്മൾ ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ അകത്തുകൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇതിൻ്റെ അകത്തുകൂടി ഇട്ട് കൊടുക്കാം. ഇതോട് കൂടിയിട്ട് നമ്മുടെ സ്റ്റൈലിഷ് പെൻ ഉണ്ടാക്കണതിൽ പകുതി ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതാണ്ട് അടച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണി നോക്കാം. അടുത്തതായിട്ട് അവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അറ്റത്തിലേക്ക് കോട്ടൺ വയ്ക്കുകയാണ്. അതിന് മുൻപായിട്ട് നമ്മുടെ എല്ലാവരുടെ കയ്യിലുള്ള പെന്ന് ഒരേമാതിരി ആവില്ല. ചിലവരുടെ ഈ അറ്റാവും ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം നമ്മളിത് ഈ കമ്പിയുടെ ഈ അറ്റം ഇപ്പുറത്തേക്ക് കൊടുത്താൽ മാത്രം മതി. അത്രയും ഇതിലൊരു വ്യത്യാസം വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കോട്ടൺ എങ്ങനെയാണ് ഈ നെടുക്കൈക്ക് വെക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഈ ബേഡ്സിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് കോട്ടൺ ഇതങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഇതിനൊരു കുഞ്ഞൊരു ഭാഗം ഞാൻ അതവിടെ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ചുരുട്ടിയിട്ട് ഷേപ്പൊക്കെ ആക്കി എടുക്കണം. ഇതെന്നിട്ട് നമ്മുടെ ഈ പെന്നിൻ്റെ ഈ ഒരു അറ്റത്ത് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ പെന്നിൻ്റെ ഈ ഒരറ്റം കോട്ടൺ വെച്ചിട്ട് നേരെയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചെയ്യാൻ ഒരു വർക്ക് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അവിടെ ശേഖരം വെള്ളമാക്കിയിട്ടുണ്ട്. ഈ വെള്ളം നമ്മളിത് ഈ പഞ്ഞിയിലേക്ക് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്റ്റൈലിഷ് പെൻ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അവിടെ എൻ്റെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വർക്കിംഗ് ആണെന്ന് നോക്കാം. അപ്പം നമ്മളിത് അവിടുത്തെ ഈ കമ്പിയും അവിടെ വിരൽ വെച്ചിട്ട് ഇതിങ്ങനെ നീക്കുകയാണ് വെച്ചാൽ നമുക്ക് നീങ്ങുന്നത് കാണാം. ഇപ്പോൾ ഇതിൽ നമ്മൾ ഇത് ഏതെങ്കിലും ഒരു ആപ്പ് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറൊക്കെ അത് അവിടെ തുറന്ന് വരുന്നുണ്ട്. അത് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നീക്കാം. ഇനി നമ്മളിത് എവിടെ നമ്മുടെ വിരൽ വിട്ടിട്ടൊന്ന് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതല്ല. ഇനി നമ്മൾ വിരൽ വെച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് വെച്ചാൽ ഇതൊക്കെ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വരയ്ക്കാൻ എങ്ങനെ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതപ്പോൾ നമ്മുടെ മൊബൈലിൽ വരയ്ക്കാനും എഴുതാനൊക്കെ പറ്റുമോ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് ലേക്ക് എന്നാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇനി വല്ലതും വരയ്ക്കാൻ പറ്റുമെന്നും കൂടി ഒന്ന്.
അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ സ്റ്റൈലിഷ് പെന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എന്താ അവിടെ സ്റ്റൈലിഷ് പെൻ ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം വരച്ചിരുന്നു. ഏകദേശം ഒരു മരത്തിന്റെ രൂപമൊക്കെ ഉണ്ട്. കുറച്ച് ടൈം എടുത്ത് തന്നെ വരച്ചത്. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇതിലും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ബൈ.